നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ. വെള്ളാപ്പള്ളിയെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അവതാരങ്ങൾ അടുത്തുകൂടി അകത്ത് കടന്നതാണോ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലാൻ കാരണമെന്ന് ആശങ്കയില്ലാതെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. അഖിലേന്ത്യാ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചില മാന്യതയും മര്യാദയും പാലിക്കണമെന്ന് MA ബേബി. സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകന്റെ ദേവസ്വം വകുപ്പിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിൽ ദേവസ്വം മന്ത്രിയെ വെട്ടിലാക്കി സണ്ണി ജോസഫ്. നിയമനങ്ങളിൽ ജാഗ്രത പാലിക്കുമെന്ന് സണ്ണി ജോസഫ്. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ ജീവനക്കാർക്ക് സർക്കുലർ പുറത്തിറക്കി KSRTC. കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റ് രേഖപ്പെടുത്തണം. അധിക ലഗേജിന് ചാർജ് ഈടാക്കാനും നിർദ്ദേശം. 6ാം കിരീട സ്വപ്നവുമായി ലോകകപ്പിൽ മഞ്ഞപ്പട കളത്തിലിറങ്ങുന്നു. ബോസ്നിയക്കെതിരെ സമനിലയുമായി തടിതപ്പി കാനഡ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി മംഗലം സൌത്ത് കനാൽ പാലം പരിസരത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെയും മുണ്ടത്തിക്കോട് AUയുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുട്ടികൾ അവധി ആഘോഷിക്കാൻ തമിഴ്നാട്ടിൽ പോയിരുന്നു. കുട്ടികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യനിലയും വിലയിരുത്തി വരികയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. പ്രദേശത്ത് നടന്ന ബോധവൽക്കരണ ക്ലാസിന് ഡിവിഷൻ കൌൺസിലർ ആസാദ്, മുൻ കൌൺസിലർ PR അരവിന്ദാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജയ് ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അണു നമ്മുടെ ദേഹത്തേക്ക് കയറിയാലേ നമുക്ക് ഇൻഫെക്ഷൻ വരും. പക്ഷേ ഷിഗല്ല ആകെ 200 എണ്ണം കയറുകയാണ്. 200 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളൊന്ന് മണ്ണിൽ വെറുതെ കൈയൊന്ന് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുന്നു. മറ്റേത് പിന്നെ കുറച്ചും കൂടെ നമ്മുടെ എണ്ണം കൊണ്ട് നമ്മുടെ ദേഹത്ത് കയറിയാലേ നമ്മുടെ പ്രതിരോധശേഷിയെ മറികടന്നുകൊണ്ട് അവരെ യുദ്ധം ചെയ്ത് നശിപ്പിച്ചുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന്. വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അവതാരങ്ങൾ അടുത്തുകൂടി അകത്ത് കടന്നതാണോ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലാൻ കാരണമെന്ന് ആശങ്കയില്ലാതെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂരിൽ നടന്ന EMS സ്മൃതി ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ പഴയ അവതാര പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരായ ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഇത്തരം അവതാരങ്ങൾ അകത്ത് കടന്നത് സത്യമാണെങ്കിൽ അത്തരക്കാരെ അകറ്റണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. താൽക്കാലികമായിട്ട് വന്നു പോകുന്ന ചില ആൾക്കാരുണ്ടാകും. ലാഭം തേടി വരുന്നവർ, അപ്പോൾ നേട്ടം തേടി വരുന്നവർ, പദവികൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവർ, അവരെല്ലാ ബന്ധുക്കൾ, അവരെപ്പറ്റി പിണറായി വിജയൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ചില അവതാരങ്ങൾ അവരെവിടെ അത്തരക്കാരുണ്ടായിരുന്നു. നമ്മളെ തേടി വരുമെന്നും നാം സൂക്ഷിക്കണമെന്നും നാം അകറ്റി നിർത്തണമെന്നും പിണറായി വിജയൻ പറഞ്ഞ ആ അവതാരങ്ങൾ പിന്നെ അടുത്തേക്ക് വന്നോ, അകത്ത് കയറിയോ, നമ്മളെ സ്വാധീനിച്ചോ, നമ്മുടെ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അവർ നിമിത്തമായോ? ആ ചോദ്യം ചോദിക്കാൻ ഭയപ്പെടാൻ പാടില്ല. ഭയപ്പാട് കൂടാതെ ചോദിക്കണം. ആ ചോദ്യം ഉണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ അത്തരം അവതാരങ്ങളെ നാം തീർച്ചയായിട്ടും അകറ്റിയേ മതിയാകൂ, അകറ്റിയേ തീരൂ. അതാണ് പാഠം. ആ പാഠം, അത്തരം തിരുത്തൽ, അതിലൂടെയാണ് ഇടതുപക്ഷം അതിൻ്റെ ബന്ധുക്കളിലേക്കുള്ള അതിൻ്റെ പാലം ഇനിയും കെട്ടിപ്പടുക്കേണ്ടത്. ഇളകില്ല എന്ന് കരുതിയ കോട്ടകൾ ഇളകിയത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. EMSന്റെയും അച്യുതമേനോന്റെയും പാർട്ടികൾ രണ്ടായി പോകാൻ ഇനി കഴിയില്ല. പരസ്പരം പടവെട്ടിയപ്പോൾ വലതുപക്ഷം പലതും കൈയടക്കി. അച്യുതന്റെ പേര് കേട്ടാൽ EMS പ്രതികൾ കൈയടിക്കാമോ? ആ ചോദ്യം ഇനി വേണ്ട. EMSന്റെ പേര് കേട്ടാൽ CPIക്കാർക്ക് കൈയടിക്കാമോ? ആ ചോദ്യവും വേണ്ട. EMSന്റെയും അച്യുതന്റെയും പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടി രണ്ടായി. അതിന്റെ പ്ലസും മൈനസും ഞാൻ ഇപ്പോൾ കണക്കെടുക്കുന്നില്ല. പക്ഷെ നാം ഇപ്പോൾ രണ്ടാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, രണ്ടായിട്ട് ഏറെക്കാലം നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ്. നാം പലപ്പോഴും
പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റെടുത്ത പലതും ഏറ്റുപൊട്ടിയ പലതും വാസ്തവത്തിൽ അത്ര പ്രധാനമായിരുന്നില്ല. ഇടയിൽ കൂടി ശത്രുവർഗം ശക്തി പ്രാപിച്ചതും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയതും നാം വേണ്ടത്ര അറിയാതെ പോയിട്ടുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. വർഗബന്ധുക്കൾക്ക് വിമർശനമുള്ളതുകൊണ്ടാണ് ഇത്ര വലിയ തോൽവി ഉണ്ടായത്. വികസനം മാത്രം തലയ്ക്ക് പിടിച്ചപ്പോൾ പ്രകൃതിയെ മറന്നു. തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ നിരത്തി അവ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന ചർച്ച CPM-ലും CPI-ലും നടക്കുന്ന വേളയിലാണ് ബിനോയ് വിശ്വത്തിന്റെ ഇത്തരമൊരു പരസ്യ പ്രസ്താവന എന്നത് വീണ്ടും വെള്ളാപ്പള്ളി വിഷയം പാർട്ടികൾക്കിടയിൽ സജീവ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. TCV തൃശൂർ. EMS സ്മൃതി ദേശീയ സെമിനാറിന് തൃശൂരിൽ തുടക്കമായി. കേരളത്തിൽ സാംസ്കാരിക നെടുനായകത്വം വഹിച്ച ഇടതുപക്ഷത്തിന് ശോഷണവും വിള്ളലും വീണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. രാഷ്ട്രീയ മേഖലയിൽ നടക്കുന്നത് അസ്വസ്ഥപ്പെടുത്തുന്ന തീവ്ര വലതുവൽക്കരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളോടെ BJP കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. അധികാരം കൈയാളി RSS തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള ഉപകരണമായി സർക്കാർ സംവിധാനങ്ങളെ മാറ്റുന്നു. RSSനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രത്യയശാസ്ത്ര സമരം വേണം, രാഷ്ട്രീയ പോരാട്ടം വേണം, സംഘടനാപരമായ പ്രവർത്തനം പ്രസക്തമാണ്, സാംസ്കാരികമായ പ്രവർത്തനവും സാംസ്കാരികമായ പോരാട്ടവും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ രാജ്യം മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള, അത് ഫലത്തിൽ മനുവാദ രാഷ്ട്രമാണ്. പുറമേ വരുന്നെല്ലാം വർണ്ണ ഉടയാടകൾ അണിയിച്ച് ഈ കാലത്തിന് പറ്റിയ വിധത്തിലുള്ള ഒരു മനുവാദ പദ്ധതിയാണ് ഹിന്ദു രാഷ്ട്രവാദം. അതിനെതിരായ പോരാട്ടത്തിൽ സാംസ്കാരിക രംഗത്തെ പോരാട്ടത്തിനും വളരെ വലിയ പ്രാധാന്യം. ഇടതുപക്ഷത്തിന്റെ അശ്രദ്ധയും ജാഗ്രതക്കുറവും ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ RSS നയിക്കുന്ന BJP അധികാരത്തിലെത്താൻ ഒരു കാരണമായി. SIR ഗൗരവമായി കാണണം. മതവിമർശനമുള്ളവരാണ്, മതനിഷേധികളല്ല കമ്മ്യൂണിസ്റ്റുകാർ. സംസ്കാരത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും മാത്രമേ ഇന്ന് നേരിടുന്ന വലതുപക്ഷ ഭീഷണികളെ മറികടക്കാനാകൂവെന്നും തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിലും അർത്ഥവത്തായ ഭാവിക്ക് വേണ്ടി ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയവ്യക്തത വരുത്തിയ നേതാവാണ് EMS എന്നും വർത്തമാനകാലത്തും അദ്ദേഹത്തിന്റെ ആശയവ്യക്തത പ്രസക്തമാണെന്നും അധ്യക്ഷത വഹിച്ച സംഘാടക സമിതി ചെയർമാൻ കൂടിയായ K രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സെമിനാറിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, ഡോക്ടർ R ബിന്ദു, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംഘാടക സമിതി കൺവീനർ C ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ സെമിനാർ ഞായറാഴ്ച സമാപിക്കും. TCV തൃശൂർ. രാഹുൽ ഗാന്ധിക്കെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. അഖിലേന്ത്യാ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചില മാന്യതയും മര്യാദയും പാലിക്കണമെന്ന് MA ബേബി പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-നോളം പൊരുതിയിട്ടുള്ള പാർട്ടി വേറെയുണ്ടോ എന്നോർക്കണം. CPM-ഉം BJP-യും തമ്മിൽ ഡീൽ എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പിണറായിയെ രാഹുൽ ആലിംഗനം ചെയ്യണമെന്ന് താൻ പറയില്ല. ആലിംഗനവും സ്നേഹവും ഉള്ളിൽ നിന്നും വരുന്ന കാര്യമാണെന്നും MA ബേബി പറഞ്ഞു. ഇന്ത്യ മുന്നണി യോഗത്തിൽ DMK-യോടുള്ള സമീപനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് വ്യക്തമായിരുന്നില്ല. DMK മുന്നണിയുടെ ഭാഗമായാണ് കോൺഗ്രസ് 5 സീറ്റ് നേടിയത്. രാജ്യസഭാ സീറ്റും DMK-യോട് സംസാരിച്ച് കോൺഗ്രസ് നേടിയെടുത്തിരുന്നു. DMK-യുടെ വാത്സല്യവും പരിചരണവും പരിഗണനയും ആവോളം കോൺഗ്രസിന് ആസ്വദിച്ചു. CPM TVK പിന്തുണയ്ക്കുന്നു എന്ന കാര്യം DMK അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ അധികാരത്തിന്റെ വല്ലാത്ത ആർത്തി ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ലെന്നും MA ബേബി പറഞ്ഞു. അദ്ദേഹം പാർലമെന്റിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഞാൻ കണ്ടത്. പിണറായി ആലിംഗനം ചെയ്യാൻ എനിക്ക് കഴിയില്ല, രാഷ്ട്രീയ വിയോജിപ്പ് മൂലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നതും ഈ രംഗമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി ആലിംഗനം ചെയ്യുന്ന രംഗമാണ്. എന്നാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. CPM-ൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ AICC-യുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് ഞാനൊരു കത്തയച്ചിരുന്നു. അത് മാധ്യമങ്ങളും സമ്പാദിച്ച് ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലുന്നയിച്ചിരുന്ന കാര്യം സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾക്ക് പലപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് എതിരിടേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്ത്യ ബ്ലോക്ക്
സംഘടിപ്പിക്കുന്നതിന് CPIM വളരെയധികം സംഭാവന ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ പരസ്പരം ചില സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ ഒഴിവാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്പരം വിമർശിക്കുമ്പോൾ വിമർശനം നടത്തുമ്പോഴും പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയും അന്തസ്സുമുണ്ട്. അത് പാലിച്ചുകൊണ്ട് വേണം പ്രത്യേകിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ടവർ വിമർശനങ്ങൾ നടത്താൻ. അതാണ് പറഞ്ഞത്. സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകന്റെ ദേവസ്വം വകുപ്പിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിൽ ദേവസ്വം മന്ത്രിയെ വെട്ടിലാക്കി സണ്ണി ജോസഫ്. ദേവസ്വം മന്ത്രിയാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. മന്ത്രിയും മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കും. സർക്കാർ തല കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യണമെന്നില്ല. അപാകതകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ കാര്യമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല. ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിശോധിക്കുന്നുണ്ട്. ഇല്ല, പാർട്ടി തലത്തിൽ അത്തരം കാര്യങ്ങളൊന്നും, ഗവൺമെൻറ് തല കാര്യങ്ങളൊന്നും ഗവൺമെൻറ് തലത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ അപാകതകളുണ്ടെങ്കിൽ അത് പരിഗണിക്കും, പരിശോധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. അത് ദേവസ്വം മന്ത്രിയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് അദ്ദേഹമായിട്ട് ആലോചിക്കാം നമുക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിൽ സ്ഥാനമൊഴിഞ്ഞ് KB പ്രദീപ്. പ്രദീപിനോട് സ്ഥാനമൊഴിയാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രാജി. ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുന്ന ജോലി കരാറെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് KB പ്രദീപ്. പ്രദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലും പരിഗണിക്കാതെയാണ് നിയമനമെന്ന വിമർശനവും ഉയർന്നിരുന്നു. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ ജീവനക്കാർക്ക് സർക്കുലർ പുറത്തിറക്കി KSRTC. ജില്ലയിൽ 153 ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിക്കുക. ബസിന്റെ മുൻവശത്തും വാതിലുകൾക്ക് സമീപവും പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. സ്ത്രീകൾക്ക് 0 എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റ് നൽകും. കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റിൽ രേഖപ്പെടുത്തണം. അധിക ലഗേജിന് ചാർജ് ഈടാക്കണം. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് നൽകണം. സൗജന്യ യാത്ര ഇല്ലാത്ത ബസ്സിൽ കയറിയാൽ സ്ത്രീകളോട് ഇക്കാര്യം മുൻകൂട്ടി പറയണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്താകെ 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യം ലഭിക്കുക. ജില്ലയിൽ 153 ബസ്സുകളിൽ പണം കൊടുക്കാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. സിറ്റി, ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ടൗൺ ടു ടൗൺ, പോയിന്റ് ടു പോയിന്റ്, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നീ സർവീസുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. തിങ്കളാഴ്ച രാവിലെ 8:30 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും നടക്കും. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും സൗജന്യമായി യാത്ര ചെയ്യാനാവുക. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. വാർത്തകളിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി കളത്തിൽ ഇറങ്ങുമോ എന്ന ആകാംക്ഷയിൽ കായിക കേരളം. പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡിനെ നേരിടുന്ന ഖത്തർ ടീമിൽ ഉൾപ്പെട്ട കണ്ണൂർ വളപ്പട്ടം സ്വദേശി തഹസിൻ മുഹമ്മദ് ജംഷീദിന് ഗ്രൗണ്ടിലിറങ്ങാൻ അവസരം ലഭിച്ചാൽ അത് ചരിത്രമാകും. അതേസമയം ഈ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ബോസ്നിയയ്ക്കെതിരെ ആതിഥേയരായ കാനഡയ്ക്ക് ആശ്വാസ സമനില. 79-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഖെയ്ൻ ലാരിനാണ് കാനഡയുടെ സമനില ഗോൾ നേടിയത്. 21-ാം മിനിറ്റിൽ ജോവോ ലിക്കിച്ചാണ് ബോസ്നിയയ്ക്കായി ഗോൾ അടിച്ചത്. അതേസമയം ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ USA പരാഗ്വയെ 1-4 ഗോളുകൾക്ക് തകർത്തു. മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ USAയ്ക്ക് വേണ്ടി ഫോലറിൻ ബലോഗൻ ഇരട്ട ഗോൾ നേടി. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ജിയോവാനി റെയ്നയിലൂടെ 4ാം ഗോൾ നേടി ആതിഥേയർ ആധിപത്യം പൂർണ്ണമാക്കി.
ലോകം ഫുട്ബോൾ ആവേശത്തിൽ അമരുമ്പോൾ അർജന്റീനയോടുള്ള അടങ്ങാത്ത ആരാധന പ്രകടിപ്പിക്കാൻ വ്യത്യസ്തമായ മാർഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ സ്വദേശിയായ ഷെഹസാദ്. അർജന്റീനയുടെ വർണ്ണങ്ങൾ പതിപ്പിച്ച മിനി കൂപ്പർ കാറുമായാണ് ഷെഹസാദ് നിരത്തിലിറങ്ങിയത്. ഡെപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോ മെസ്സിലൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ അത് ചെയ്തു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്, അങ്ങനെ ചെയ്തതാ. പിന്നെ ആൾക്കാരൊക്കെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര രക്ഷയില്ല. പിള്ളേരും എല്ലാരും വന്നിട്ട് ഫോട്ടോ എടുക്കാനാണേലും പിള്ളേരൊക്കെ പിന്നാലെ ഓടി വന്ന് ഫോട്ടോ എടുക്കുമ്പോ ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങളിൽ പലരും സ്റ്റിക്കറുകൾ പതിക്കാറുണ്ടെങ്കിലും ഒരു മിനി കൂപ്പറിൽ ഇത്തരം ഒരു പരീക്ഷണം ആദ്യമാണ്. ഷെഹസാദിന്റെ വേറിട്ട മാതൃക കണ്ട് ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ ആരാധകരും തങ്ങളുടെ വാഹനങ്ങളിൽ ആ രാജ്യങ്ങളുടെ നിറങ്ങൾ നൽകാനുള്ള തിരക്കിലാണ്. ലോകകപ്പ് ഫുട്ബോൾ അവസാനിക്കുന്നതോടെ കാർ പഴയ രൂപത്തിലേക്ക് മാറ്റുമെന്ന് ഷെഹസാദ് വ്യക്തമാക്കി. TCV ഗുരുവായൂർ. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ പരസ്യ മദ്യപാനം, 3 ഉദ്യോഗസ്ഥർ പിടിയിൽ. വ്യാഴാഴ്ച രാത്രി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുടുങ്ങിയത്. കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി SHOയോട് ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പരിശോധനയിൽ ഗ്രേഡ് SIയും 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും മദ്യപിച്ചതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് കുന്നംകുളം ACPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷണർ നിർദ്ദേശം നൽകി. ACPയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കമ്മീഷണർക്ക് കൈമാറി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടായേക്കും. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് നായ്ക്കുളം കിഴക്കൂട്ട് വീട്ടിൽ 23 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. പന്തലാലുക്കൽ ക്ഷേത്രകുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ മുതൽ ഇയാളെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിനിടയിൽ ക്ഷേത്രകുളക്കരയിൽ ഇയാളുടെ വസ്ത്രം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അതിരപ്പിള്ളിയിൽ നിന്നും പുഴ കടത്തിവിടുന്ന കാട്ടാനകൾ പ്ലാന്റേഷനിലെ ജനവാസികൾക്ക് ഭീഷണിയാകുന്നുവെന്ന് ആരോപിച്ച് അയ്യമ്പുഴയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്നും ജയൻ ചേരുകയാണ്. ജയൻ, നാട്ടുകാർ റോഡ് ഉപരോധിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നിൽ വയ്ക്കുന്നത്? ഇന്ന് ഏകദേശം ഉച്ചയോടെയാണ് അയ്യമ്പുഴ പഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികൾ ചാലക്കുടി പുഴയുടെ വെറ്റിലപ്പാറ പാലത്തിന്റെ റോഡ് ഉപരോധിച്ചത്. യഥാർത്ഥത്തിൽ പുഴയുടെ ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്ത് വനംവകുപ്പ് ആരംഭിച്ച പ്രത്യേക ഡ്രൈവിലൂടെ ആനകളെ പുഴ കടത്തി വിടുകയാണ്. ഈ ആനകൾ എണ്ണപ്പനത്തോട്ടത്തിൽ തമ്പടിച്ച് ഇവിടെ അയ്യമ്പുഴ പഞ്ചായത്ത് നിവാസികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നാട്ടുകാരുടെ മുഖ്യമായ പരാതി. പകൽ സമയത്ത് പോലും ഇപ്പോൾ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ചുറ്റിത്തിരികയാണ്. ഇവയെ അവിടെ നിന്നും തുരത്തി ഓടിക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് പലതവണ അവർ വനംവകുപ്പ് മേധാവികൾക്കും അതുപോലെ എറണാകുളം ജില്ലാ കളക്ടർക്കും എല്ലാം പരാതി നൽകിയിരുന്നു. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല പുഴയുടെ ഇക്കരയാണെങ്കിൽ എല്ലാ ദിവസവും ഇപ്പോൾ വനംവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവ് പ്രകാരം നേരത്തെ വനം മന്ത്രി ഷിബി ബേബി ജോൺ നിർദ്ദേശപ്രകാരം പ്രത്യേക ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറ്റിലപ്പാറയിൽ ഗൃഹനാഥനായ മോഹനൻ ഈ കഴിഞ്ഞ മെയ് 30 കൊല്ലപ്പെട്ടിരുന്നു. ആന ആക്രമിച്ച് ഇയാളെ കൊലപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടത്. ഇതോടെ ഈ അതിരപ്പള്ളി പഞ്ചായത്തിലെ നാട്ടുകാരും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ റോഡ് തടഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധമുണ്ടാക്കി. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി പ്രത്യേക ഡ്രൈവിന് നിർദ്ദേശം നൽകിയത്. ഈ ഡ്രൈവിലൂടെ ഇവിടെ പുഴ കടത്തിവിടുന്ന ആനകൾ ഇപ്പോൾ നേരെ ചെന്നെത്തുന്നത് എണ്ണപ്പനത്തോട്ടത്തിലാണ്. പക്ഷെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. കാരണം പ്ലാന്റേഷന്റെ
ഏറ്റവും അറ്റം അതിർത്തിയായ പ്രദേശത്തെല്ലാം പൈനാപ്പിൾ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൈ വോൾട്ടേജിൽ ഫെൻസിങ് ഏർപ്പെടുത്തിയത് ആനകൾക്ക് മലയാറ്റൂർ മലയിലേക്ക് കടന്നു പോകാനുള്ള വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ആനകൾ അവിടെ ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും കുറച്ച് ആനകൾ ചാലക്കുടി പുഴ കടന്ന് വീണ്ടും അതിരപ്പള്ളി പഞ്ചായത്തിൽ എത്തുമ്പോൾ മറ്റു പലതും തോട്ടത്തിൽ ചുറ്റിയടിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനകളാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാർ ഇന്ന് ഉച്ചയോടെ ജാഥയായി വന്ന് വെറ്റിലപ്പാറ പാലം ഉപരോധിച്ചത്. ഇതിനിടയിൽ അതിരപ്പള്ളി SI സ്ഥലത്തെത്തി CI സ്ഥലത്തെത്തി നാട്ടുകാരെ ആക്രോശിച്ചു എന്നാണ് ഇപ്പൊ പരാതി ഉയർന്നിരിക്കുന്നത്. സ്വകാര്യ വാഹനത്തിലെത്തിയ SHO നാട്ടുകാരെ കയർക്കുകയും ഇതോടെ ആളുകൾ കൂടുതൽ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതോടെ ഇതിനിടയിൽ അയ്യമ്പുഴ പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഒരു 3 മണിക്കൂറോളം ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഇപ്പോൾ എല്ലാം ശാന്തമാണ്. എങ്കിൽ പോലും വരും ദിവസങ്ങളിലും ഇവിടെ നാട്ടുകാർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. കാരണം ഇവർക്ക് പകൽ പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇവർ അടുത്ത വലിയ പ്രതിഷേധത്തിന് സാഹചര്യം കോപ്പ് കൂട്ടുകയാണ് റിയ. ശരി, ജയനാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിൽ നിന്നും പുഴ കടത്തിവിടുന്ന കാട്ടാനകൾ പ്ലാന്റേഷനിലെ ജനവാസികൾക്ക് ഭീഷണിയാകുന്നുവെന്നാരോപിച്ചാണ് അയ്യമ്പുഴയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. മാള പോലീസ് SHOയെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഫോൺ കോളുകൾ പരിശോധിക്കും. വ്യക്തിപരമായ കാരണമാണെന്ന് കത്തെഴുതി വെച്ചാണ് SHO R രാജേഷ് മരിച്ചത്. വ്യക്തിപരമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കോൾ ലിസ്റ്റ് പരിശോധിച്ചായിരിക്കും മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം തിരിച്ചറിയാവുന്ന പ്രാഥമിക അന്വേഷണം നടക്കുക. കൊല്ലം ഇഞ്ചക്കാട് കാക്കക്കുന്ന് സ്വദേശി രാജേഷ് ഭവനിൽ R രാജേഷിനെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത്. മുഖ്യമന്ത്രി VD സതീശനെയും കുടുംബത്തെയും വധിക്കുമെന്ന് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ പ്രതി പിടിയിൽ. ആറ്റിങ്ങൽ വാളക്കാട് സ്വദേശി ചരുവിള വീട്ടിൽ സോണി തോമസാണ് അറസ്റ്റിലായത്. ഇന്നലെ വൈകുന്നേരം 6:50 തിരുവനന്തപുരം സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് കമാൻഡിംഗ് സെന്ററിലെ ഔദ്യോഗിക നമ്പറിലേക്കാണ് പ്രതിയുടെ കോൾ എത്തിയത്. പലതവണ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്ന് ഇയാൾ ആവർത്തിക്കുകയായിരുന്നു. പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് VD സതീശനെ ഇഷ്ടമല്ലെന്നായിരുന്നു ഇയാളുടെ പ്രതികരണം. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊലപ്പെടുത്തി മാധ്യമങ്ങളിലൂടെ പ്രശസ്തനാകാനാണ് താൻ ശ്രമിച്ചതെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചതായി FIRൽ വ്യക്തമാക്കുന്നു. മദ്യലഹരിയിലാണ് ഇയാൾ ഫോൺ വിളിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അന്തരിച്ചു. 54 വയസ്സായിരുന്നു. അർബുദബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 3 മാസമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയാണ് മുരാരി ബാബു. ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളിക്കുളങ്ങര പാലപ്പിള്ളി റോഡിൽ പത്തരക്കുണ്ട് റോഡരിക് അപകടകരമായ രീതിയിൽ ഇടിഞ്ഞത് കെട്ടി സംരക്ഷിക്കുവാൻ നടപടിയായില്ല. നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മിക്കേണ്ട ഭാഗത്താണ് റോഡരിക് താഴ്ചയിലേക്ക് ഇടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മഴക്കാലത്താണ് ഇവിടെ റോഡിന്റെ ഒരു വശം 20 അടിയിലേറെ താഴ്ചയിലേക്ക് ഇടിഞ്ഞത്. ഇത് സംബന്ധിച്ച് TCVയിലടക്കം വാർത്ത വന്നതോടെ അധികൃതർ ഈ ഭാഗത്ത് അപകട സൂചന നൽകുന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ അപകടാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുണ്ടായില്ല. മഴ എത്തിയതോടെ മണ്ണിടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് അപകടം സംഭവിക്കാതിരിക്കാൻ
താൽക്കാലിക സംവിധാനമെങ്കിലും ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ബി തൃശൂർ ജില്ലാ ഘടകം ഒന്നടങ്കം കേരള കോൺഗ്രസ് ജേക്കബിൽ ലയിച്ചു. കേരള കോൺഗ്രസ് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ, ജില്ലാ സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയിൽ ചേർന്നത്. തൃശൂരിൽ നടന്ന ലയന സമ്മേളനം കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ്, ജില്ലാ ട്രഷറർ ബാബു ചേലക്കര, കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരുടെ പെൻഷനേഴ്സ് കൂട്ടായ്മയായ ഉപാസനയുടെ 1ാം വാർഷിക പൊതുയോഗം തൃശൂർ തെക്കേമഠം ലക്ഷ്മി മണ്ഡപത്തിൽ നടന്നു. പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപാസന പ്രസിഡന്റ് കുറ്റമ്പള്ളി വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വടക്കുംപാട് നാരായണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്റ്റാഫ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് മാള മോഹനൻ, സെക്രട്ടറി പാതൂർ മഠം രാമചന്ദ്രൻ, ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, കുന്നം വിജയൻ, ഹരികൃഷ്ണൻ നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ ഫുട്ബോൾ മത്സരങ്ങളിലൂടെയാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. PB കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ PK ശ്രീജേഷ്, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത്, സ്കൂൾ പ്രധാന അധ്യാപകർ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VB സജിത്ത്, LP വിഭാഗം പ്രിൻസിപ്പാൾ VV അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അമ്പലപ്പാട്ട് ഗോപാലമേനോൻ ട്രസ്റ്റ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി. ട്രസ്റ്റ് പ്രതിനിധി അമ്പലപ്പാട്ട് മണികണ്ഠൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണിക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ജോൺ, വാർഡംഗം NK കബീർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് നഴ്സ് ഉഷാദേവി എന്നിവർ സന്നിഹിതരായി. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണം സംഘടിപ്പിച്ചു. ഹെൽത്ത് ഓഫീസർമാരായ ശ്രുതി, അനീഷ, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സാനി തെരേസ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യകരമായ ഭക്ഷ്യസാധനങ്ങളുടെ പ്രദർശനം, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. ഹൃദയത്തിനും ശ്വാസകോശത്തിനും ഗുരുതര രോഗം ബാധിച്ച കുന്നംകുളം കുറുക്കൻപാറ സ്വദേശിയായ യുവാവ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. കുറുക്കൻപാറ കളത്തിൽ തമ്പി മകൻ 37 വയസ്സുള്ള സിബിൻ ഹൃദയത്തിനും ശ്വാസകോശത്തിനും ബാധിച്ച ഗുരുതരമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സിബിന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടവരാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കുക മാത്രമാണ് സിബിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക വഴി. ഇതിനായി 70 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. മികച്ച ചികിത്സയ്ക്കായി സിബിനെ ഇപ്പോൾ ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർ ചികിത്സയ്ക്കായി സിബിൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കാരുണ്യമതികളുടെ സഹായം താഴെ പറയുന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കുന്നംകുളം. KPCC അധ്യക്ഷനും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫിന് തൃശൂർ DCCയിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മന്ത്രിയെ ഷാൾ അണിയിച്ചു. തുടർന്ന് മധുരം നൽകി. നേതാക്കളായ ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. 100 കണക്കിന് പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു.
ദീർഘിച്ചൊരു പ്രസംഗം എന്താ പറയുക കൈവരിലുണ്ടാവും. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ സമ്മേളനം ചാഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. PK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV സജു, TG ശങ്കരനാരായണൻ, സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് ചാഴൂർ സെന്ററിൽ ചേരുന്ന പൊതുസമ്മേളനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് കയ്പമംഗലത്ത് 100 അടി നീളമുള്ള ബ്രസീൽ ഫ്ലക്സ് ശ്രദ്ധേയമായി. കുരിക്കുഴിയിൽ ഗോൾഡൻ സ്റ്റാർ ക്ലബിന്റെയും ഹീറോ യങ്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഫുട്ബോൾ ആരാധക സംഗമവും വർണ്ണാഭമായ റാലിയും സംഘടിപ്പിച്ചു. ഹീറോ യങ്സ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ഗോൾഡൻ സ്റ്റാർ ക്ലബ്ബ് സ്ഥാപിച്ച ബ്രസീലിന്റെ 100 അടി നീളമുള്ള B1 ഫ്ലക്സ് ബോർഡിന് മുന്നിൽ സമാപിച്ചു. വാർഡ് മെമ്പർ ഷാഹിർ പഴുംപറമ്പിൽ, TK ഉബൈദ്, ER ജോഷി, IS കാസിം, PY ബിനാസ്, ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഈ ആവേശം അത് ലോകത്തിന്റെ കയ്പമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി CDSും കൃഷിഭവനും ചേർന്ന് ചെണ്ടുമല്ലി തൈ നടീൽ സംഘടിപ്പിച്ചു. IFC വനിതാ കർഷക ഗ്രൂപ്പുകൾക്കായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ CB ആര്യ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PC മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, CDS മെമ്പർ ഷീജ ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, CDS വൈസ് ചെയർപേഴ്സൺ ദീപ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. +2 SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവരെ വടക്കേ പൂപ്പത്തി ഗ്രാമീണ വായനശാല അനുമോദിച്ചു. അനുമോദന യോഗം പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് CK പുരുഷോത്തമൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു പാറേക്കാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ CN സുധാർജനൻ, ഗിരിജ വാമനൻ, PV അരുൺ, അഡ്വക്കേറ്റ് CK മോഹൻദാസ്, PM രാധാകൃഷ്ണൻ, KN വിഷ്ണു നമ്പൂതിരി, MB ദിലീപ് തുടങ്ങിയവർ സംസാരിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് & ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ. വെള്ളാപ്പള്ളിയെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അവതാരങ്ങൾ അടുത്തുകൂടി അകത്തു കിടന്നതാണോ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലാൻ കാരണമെന്ന് ആശങ്കയില്ലാതെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. അഖിലേന്ത്യാ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചില മാന്യതയും മര്യാദയും പാലിക്കണമെന്ന് MA ബേബി. സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകന്റെ ദേവസ്വം വകുപ്പിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിൽ ദേവസ്വം മന്ത്രിയെ വെട്ടിലാക്കി സണ്ണി ജോസഫ്. നിയമനങ്ങളിൽ ജാഗ്രത പാലിക്കുമെന്ന് സണ്ണി ജോസഫ്. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ ജീവനക്കാർക്ക് സർക്കുലർ പുറത്തിറക്കി KSRTC.
കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റ് രേഖപ്പെടുത്തണം. അധിക ലഗേജിന് ചാർജ് ഈടാക്കാനും നിർദ്ദേശം. 6ാം കിരീട സ്വപ്നവുമായി ലോകകപ്പിൽ മഞ്ഞപ്പട കളത്തിലിറങ്ങുന്നു. ബോസ്നിയയ്ക്കെതിരെ സമനിലയുമായി തടിതപ്പി കാനഡ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.